ഞാൻ വിശ്വസിക്കായിരുന്നില്ല. മേഡത്തെ എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ അരവിന്ദൻ, എന്തെങ്കിലും സ്വപ്നം കണ്ടാലോ മനസ്സിൽ എന്തെങ്കിലും തോന്നലുണ്ടായാലോ അത് നടക്കാറുണ്ട്. അതുപോലെ അങ്കിളുടെ കാര്യവും. വാ, നമുക്ക് പെട്ടെന്ന് പോവാം. പോവാനോ? എങ്ങോട്ട്? കുട്ടനാട്ടിലേക്ക്. കുട്ടനാട്ടിലേക്കോ? അതെ, വാ. മേഡം നിക്ക്. ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകാനാണോ കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നത്? അങ്കിൾ ഹോസ്പിറ്റലിലാണ്, നമുക്കൊന്ന് പോയി കാണണ്ടേ? അതൊന്നും വേണ്ട. നമ്മുടെ കല്യാണം മുടക്കാനായി അയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയേ. അതൊന്നും മറക്കാൻ പറ്റില്ല. അയാളെ ഓടിച്ചെന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. ആകാശിനോടും ചാരുവിനോടും പോകാൻ പറയാം. അവനും അവളും കൂടെ പോയി നോക്കിക്കോളാം അയാളെ. അത് തന്നെയല്ല, അയാൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുമില്ല. കാശിത്തിരി പോയി, അത്രേ ഉള്ളൂ. അവര് പോയില്ലെങ്കിലോ? അവരെങ്ങനെ പോവായിരിക്കും? ചാരുവിന് ബാലമാമൻ എന്ന് പറഞ്ഞ ജീവനാ. അറിഞ്ഞ ഉടനെ എന്നെ അവരിവിടുന്ന് ഓടും. ഞാൻ അവരോട് പറയാം. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോകാന്ന് വിചാരിച്ചോ ഇവ സമ്മതിക്കില്ല. ഇന്ന് രാത്രി കൂടെ ഇവനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പിടിച്ചു നിൽക്കണം. മോളെ, മോളു, ആവണി മോളെ, ആവണി. മോളു, മോളെ, മോളെ, മോളത് എവിടെയാ വിളിച്ചിരിക്കുന്നേ? മോളെ, ആവണി മോളെ, എവിടെയാ? ഇവളത് എവിടെ പോയി? ആവണി, ആവണി മോളെ, മോളെ, ആവണി. മോളെ, അങ്കിള് തോറ്റു. എവിടെയാന്ന് വെച്ചാ പുറത്തേക്ക് പോ. ആവണി മോളെ, ഈ കുട്ടി ഇതെവിടെ പോയി? മോളെ, ആവണി. മോളെ, മോളെ, ആവണി മോളെ. ഒരു കൊച്ചു പെൺകുട്ടിയെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? കണ്ടില്ല. ഇല്ലേ? മോളെ, ആവണി. ആവണി. മോളെ ഇല്ല, ഇല്ല ജിത്തു. മോള പത്തായപ്പുരയുടെ ഭാഗത്തേക്കാ പോയത്. ഞാനിപ്പോ അവിടെ നോക്കിയതാ. ഒന്നുകൂടെ നോക്കാം. അങ്ങോട്ടാ പോയത്. നമുക്കിവിടെ അകത്തേക്കൊന്ന് നോക്കാം. വാ. മോളെ, മോളെ, ആവണി, മോളെ, ആവണി മോളെ. മോളെ, മോളെ, ആവണി മോളെ.